കഞ്ഞിയായില്ലേ? ആ ദാ അച്ഛനുള്ള കഞ്ഞി. ഇത് അച്ഛനുള്ളതാണ്. അതെ, അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നേ. ഇതൊക്കെ കഴിച്ച അച്ഛൻ ബാക്കിയുണ്ടാവോ? ഉണ്ടാവില്ലായിരിക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞത് അങ്ങനല്ല. ഞാൻ ബെല്ലിനോട് ചോദിച്ചതല്ലേ വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. നീയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. ഇനി ഏതായാലും 5-8 മാസം കൂടി അച്ഛൻ ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോൾ ആരും അറിയാത്ത കാര്യങ്ങൾ കുറച്ച് നേരത്തേക്ക് കിട്ടുമായിരിക്കും. പ്രശ്നമാവത്തില്ലേ? ഏയ്, നമ്മൾ അച്ഛനെ നന്നായി നോക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വക്കീലിനും അത് ബോധ്യപ്പെട്ടതല്ലേ. ഏയ്, അധികം ആലോചിക്കണ്ട. ചൂട് പോ, ചെല്ല് കൊണ്ടു കൊടുക്ക. ചെല്ല്. അച്ഛൻ ഹാപ്പി, മുഴുവനും കഴിച്ചു. അതല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും നിന്റെ മുഖമൊന്ന് തെളിഞ്ഞു കണ്ടല്ലോ, അത് മതി. എന്നാലും ഈ ഹാപ്പി എൻഡിങ്ങിന്റെ ഐഡിയ അടിപൊളി. ഇത് എനിക്ക് എന്നാ തോന്നാഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നത്. തോന്നിയില്ലല്ലോ. എങ്ങോട്ടാ? ഞാൻ എസ്റ്റേറ്റ് ഓഫീസ് വരെ പോവാ. ഓ, അപ്പൊ ഇനി എന്നും ഇങ്ങനെ ചെയ്യല്ലേ? ആ, ഞാൻ നാളത്തെ കാര്യം രജി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി കൊടുത്തോളൂ. അതെന്താ, നാളെ ബെല്ല് വരില്ലേ? അല്ല, എനിക്കൊരു 2 ദിവസത്തെ ലീവ് വേണം. എന്തു പറ്റി? ആ ഇസ്രായേലി പോക്കിന്റെ പരിപാടിയില്ലേ, അതൊന്നും ലൈവ് ആക്കാനുണ്ട്. അത് ഇനിയും കളഞ്ഞില്ലേ? ഇന്നലെ എന്നോട് ചോദിച്ചില്ല എൻ്റെ പ്ലാൻ എന്നാണെന്ന്. ഒരു 2 കൊല്ലം ഞാൻ അവിടെ പോയി ജോലി ചെയ്തിട്ട് വന്നാൽ നമുക്ക് ഈ അറവിടമാരുടെ പുല്ലൊക്കെ അങ്ങ് വേണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട്? ഇനി അതല്ല നിന്റെ പ്ലാൻ ആദ്യം വർക്കാവുന്നെങ്കിൽ നമ്മൾ ആ രീതിക്ക് അങ്ങ് പിടിക്കും. എന്നാ ഒക്കെ ആയാലും നമ്മൾ 4 കാലിലേ വീഴത്തുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. 2 ദിവസം എന്നേലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി, ഞാൻ ഓടി വരാം. ഓക്കെ, അപ്പം ഞാനെല്ലാം റെഡി ആക്കിയിട്ട് വരാം. അതെ, എന്റെ കാര്യത്തിൽ തീരുമാനമൊന്നുമില്ല. എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? എന്റെ വിസയുടെ കാര്യം എന്തായിരുന്നു? എംബസി പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ വിസ എവിടെ നിന്ന് കിട്ടാനാ? അതിന് മുമ്പ് ഡൽഹി പോയി 2 മാസത്തെ കോഴ്സ് ചെയ്യണം. ഇത് പറയാൻ ഞാൻ ഒരു 50 തവണയെങ്കിലും വിളിച്ചിട്ടുണ്ട്, ഇല്ലേ? അതൊക്കെ എന്തായാലും ആട്ടെ. ഇപ്പം ഞാൻ എന്തായാലും ഡൽഹി പോകാൻ റെഡിയാ. ഇനി അടുത്ത പരിപാടി എന്നാന്ന് പറ. അങ്ങനെയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇതാ. ഇതിലെ SLC സർട്ടിഫിക്കറ്റും നഴ്സിംഗ് ഡിപ്ലോമയൊക്കെ എന്തിയേ? അത് തന്നെ ഉണ്ടല്ലോ. അതവിടെ പോയി? അതെന്നോടാണോ ചോദിക്കുന്നത്? നീ തന്നപോലെ തന്നെയാണ് ഇരിക്കുന്നേ. നീ ഇവിടെ വന്നിരിക്കുന്നത് വേറെ എന്തോ ഉദ്ദേശിച്ചാ? എനിക്ക് ഇതിനൊന്നും സമയം. എന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം തീരുമാനമാക്കിയിട്ട് പോയാൽ മതി. മിസ്റ്റർ, എന്നെ ഇങ്ങനെ എടി ബോഡി എന്ന് വിളിക്കാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല.
പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ വേറെ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടല്ല പോയത്. കൃത്യമായിട്ട് നിങ്ങളെ ജോലി സ്ഥലത്ത് വന്ന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അത് നിങ്ങളുടെ മാഡം കൊണ്ടാണല്ലോ. ഓ ജിജി, നീ ഇത് തന്നേ പിന്നെ ഞാൻ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്ന്. ആ അത് തന്നെയാ പ്രശ്നം. ഇനിയിപ്പോ ഞാൻ തന്നെ ചെയ്യാനാ? അവന് ഞാൻ എന്നാ ചെയ്യണോന്ന് പറ. ഇതിന്റെ ഈ കോപ്പി വല്ലതും തന്നാ പറ്റുമോ? കൊള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ട് കോപ്പി മതി വന്നു അല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ ആ ഇസ്രായേലി പോക്കങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാം. ആ അതെനിക്കറിയില്ല, നിങ്ങളുടെ ഇഷ്ടം. ഈ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് തന്നാൽ ഞാൻ ഫയൽ ഫോർവേഡ് ചെയ്യാം. ഈ ഏജൻസിയിൽ വരുന്ന എല്ലാവർക്കും കിട്ടുന്ന സർവീസ് തന്നെ നിങ്ങൾക്കും പ്രതീക്ഷിക്കാം. അതിന് തടസ്സമൊന്നുമില്ല. എനിക്ക് പോകണം. ആ എടി ജിജി മോളെ, നെല്ല് ചോദിക്കട്ടെ. നീ എന്റെ ജിജി മോളാണോ അത് ആഫീസിൽ വലിയ കോൺസെൻട്രോ? ഞാൻ പഴയ ജിജി തന്നെയാണ്, പക്ഷെ നീ പഴയ ബെല്ലാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്നാ നിന്റെ എല്ലാ സംശയവും മാറ്റിയിട്ടേ വിടുന്നുള്ളൂ. വാ കേറ്. ഇപ്പോഴാണോ അതിന് നേരം കിട്ടിയത്? മാറി നിന്ന് എനിക്ക് പോകണം. ജിജി നീ ഇങ്ങനെ അലമ്പാവല്ലേ? എന്നായാലും നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നല്ലേ ഉള്ളൂ. കേറിപ്പാ. വേണ്ട, എനിക്ക് ബസ് ഉണ്ട്. ബസ് കോപ്പ് കിട്ടും. ആ സെന്റ് മേരി അല്ലേ, അതിലെ കണ്ടക്ടറും പിള്ളേരും കൂടെ അടിയായിട്ട് അത് സമരത്തില്. എപ്പോ? ഇപ്പോ ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാ. ബാ കേറി, പോകുമ്പോ കാണിച്ചുതരാം. കേറ്. നീ എന്നാ തന്നെ ജിജി മോളെ എപ്പോഴും എന്നോട് ഇങ്ങനെ ഉടക്കുന്നേ? അത് ചോദിക്കാൻ പോലും നിനക്കിപ്പോ സമയമില്ലല്ലോ. ചോദിക്കാതങ്ങ് പറഞ്ഞാല് ബെല്ലിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് ഞാൻ തടസ്സം നിൽക്കുകയല്ല. എന്നുവെച്ചാ ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് നാളെ ബെല്ലിന്റെ ഒരു ലോകത്താണ്. ആ ലോകത്ത് ഞാനില്ല, നിന്റെ വീട്ടുകാരില്ല, കൂട്ടുകാരില്ല, ഇസ്രയേലിലേക്കുള്ള പോക്കുമില്ല. പിന്നെ എന്നാ ഉള്ളേ? ആ അത് നീ പറ. ജീവിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? നീ ചുമ്മാ കാണാവണ പറയല്ലേ ജിജി. നിന്നോടും കൂടെ ചോദിച്ചിട്ടില്ല ഞാൻ ബംഗ്ലാവിൽ ജോലിക്ക് പോയെ? ആ അപ്പൊ ഒരു ജോലി ആകുമ്പോ അതിന്റെ സ്ട്രെസ്സും തിരക്കും ഒക്കെ ഉണ്ടാവത്തില്ലേ? നീ എന്ന് വന്നപ്പോ കണ്ടതല്ലേ? ആ അവിടുത്തെ തിരക്കെന്നാ നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. നാട്ടുകാരെന്നാ പറയുന്നുണ്ട്? ആൾക്കാരെന്ത് പറയുന്നു എന്നല്ല എന്റെ വിഷയം. നീ എന്തൊക്കെയായി കാണിക്കുന്നു അതെനിക്ക് ദേഷ്യം വരുന്നു. ഞാൻ എന്നാ കാണിച്ചെന്നാ? ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ട് കളയുന്ന ബോധമുള്ളവർ ചെയ്യുന്നല്ലോ. സർട്ടിഫിക്കറ്റിന്റെ കാര്യം നീ ഒന്ന് വിടാവോ? എത്ര നേരം അതിന്റെ ഗുണവധികാരം. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അപ്പൊ ഞാൻ ഇടപെടണ്ടെന്നാണോ? നീ ഇടപെടണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ സമാധാനമായിട്ട് കേൾക്കുമോ? നിന്റെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കോപ്പി ഉണ്ടല്ലോ, ഒരു നോട്ടറി വക്കീലിനെ കണ്ട് അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം. ഒറിജിനലിന്റെ അത്ര വിലയുണ്ടോ അതിന്? ഞാനത് ഫോർവേഡ് ചെയ്ത് നോക്കാം. ഇനി ഒറിജിനൽ കിട്ടാതെ വക്കീലന്മാരൊന്നും അറ്റസ്റ്റ് ചെയ്ത് തരത്തില്ലല്ലോ. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാം. ആ ബംഗ്ലാവിൽ ഒരു റോണി വക്കീലുണ്ട്. മാഡം പറയുവാണെങ്കിൽ അയാളെ ചിലപ്പോൾ ചെയ്തു തരുമായിരിക്കും. പക്ഷെ ഞാൻ ഇനി അങ്ങോട്ടൊന്നും പോകുന്നില്ലെന്ന് വിചാരിച്ചിരുന്നു. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം? ഞാനവിടെ പോകുന്നത് നിനക്കും നാട്ടുകാർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ നിങ്ങൾക്കൊക്കെ സമാധാനമാവട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ കാര്യല്ലേ, നീ അങ്ങ് ചെല്ലു. തിരിച്ചു വന്നിട്ട് കുറ്റം പറയാനായിരിക്കും. ഞാൻ കുറ്റം പറയുന്ന ഈ ആൾക്കാരെന്ത് പറയുന്നു നോക്കിയിട്ടല്ല, നിന്റെ ഈ ഉത്തരവാദിത്തത്തിൽ അത് നടപ്പ് കണ്ടിട്ടാ. അത് ഞാൻ ചാവുന്നവരെ പറയുകയും ചെയ്യും. എന്തായാലും നീ അവിടം വരെ ഒന്ന് പോ, അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം. ആ ബംഗ്ലാവ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. ആ നോക്കട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? എന്നാ? നിനക്കെന്നെ തീരെ വിശ്വാസമില്ലല്ലേ? വിശ്വാസം ഇല്ലെങ്കിൽ വണ്ടി കയറുവോ? പിന്നെ എന്നാ തന്നെ ഈ പലക പോലത്തെ ബാഗ് നമ്മളുടെ കുത്തി കയറ്റിയേക്കുന്നത്? മാറ്റി പോരെ? ആ ഇനി ഉഴപ്പരുത്. ഇല്ല, ഞാൻ നാളെ തന്നെ പോയി ടെസ്റ്റ് ചെയ്യിപ്പിച്ചോളാം. പോട്ടെ. ഓക്കെ ജിജി മോളെ, അടി മേടിക്കും.